ഇത് വേണുഗോപാൽ. ഞാൻ പറയാം, പരിചയപ്പെടുത്താം. ഗോഡ്സ് ഓൺ കൺട്രി എന്നാണ് ഞങ്ങളുടെ ചാനലിൻ്റെ പേര്. ആ ഷോർട്സുകളിലെല്ലാം നമുക്ക് ചെറിയ ചെറിയ വ്യൂസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൻ്റെ താഴെയുള്ള എന്ത് കാര്യങ്ങൾ നമ്മളിതിനകത്ത് ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഇച്ചിരി ഒരു ലോങ് വീഡിയോ ചെയ്യുക. ഇപ്പോൾ ഞാൻ നിൽക്കുന്നതിൻ്റെ എൻ്റെ അമ്മ വീടും വൈഫ് ഹൗസും ഒക്കെ ആയിട്ടുള്ള ഏവൂർ രാമപുരം എന്ന സ്ഥലത്താണ്. ആ വീടിൻ്റെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും നമുക്ക് കാണാം. എൻ്റെ ചേട്ടനാണ്, പേര് വേണുഗോപാലാണ്. അദ്ദേഹം മെൻ്റലി റിട്ടയർഡാണ്. അതായത് കൊച്ചിലെ തൊട്ടേ പുള്ളിക്ക് വയ്യാത്തതാണ്. ഞങ്ങളെല്ലാവരുമാണ്, ഞങ്ങൾ ഒരുമിച്ചാണ്. പറഞ്ഞേ, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഹായ് ഹായ്, എൻ്റെ പേര് ലാലു എന്നാണ്. ഇത് വേണുഗോപാൽ. ഞാൻ പറയാം, പരിചയപ്പെടുത്താം. ഞങ്ങളൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഗോഡ്സ് ഓൺ കൺട്രി എന്നാണ് ഞങ്ങളുടെ ചാനലിൻ്റെ പേര്. ഈ ചാനലിൽ നമ്മൾ ചെറിയ ചെറിയ ഷോർട്സുകളായിരുന്നു ആദ്യം ഇട്ടേക്കുന്നത്. ആ ഷോർട്സുകളിലെല്ലാം നമുക്ക് ചെറിയ ചെറിയ വ്യൂസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ ഈ ഗോഡ്സ് ഓൺ കൺട്രി എന്ന ഈ ചാനലിൻ്റെ ഒരു ഉദ്ദേശം ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൻ്റെ താഴെയുള്ള എന്ത് കാര്യങ്ങൾ നമ്മളിതിനകത്ത് ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ്. ട്രാവലിംഗ് ആണെങ്കിലും, ഡിവോഷൻ ആണെങ്കിലും, ഫുഡിൻ്റെ ആണെന്നുണ്ടെങ്കിലും, ഡെയിലി ലൈഫിൻ്റെ ഇതാണെന്നുണ്ടെങ്കിലും എല്ലാം ഉൾപ്പെടുത്തി നമ്മൾ ഇത് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഉദ്ദേശം. നമ്മുടെ ഈ ചാനലിൻ്റെ ഒത്തിരി ചെറിയ ചെറിയ ഷോർട്സും കാര്യങ്ങളും ഒക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ അത് കുഴപ്പമില്ലാത്ത രീതിയിൽ അത് റീച്ചായിട്ടുണ്ട്. ഞാൻ വീഡിയോസ് കണ്ടിട്ടുണ്ട്. സബ്സ്ക്രൈബേഴ്സും 10-100 മുകളിലായിട്ട് നമുക്ക് ബാക്കിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മളിച്ചിരി ഒരു ലോങ് വീഡിയോ ചെയ്യുക എന്നൊരു ഉദ്ദേശം കൂടെ ഞങ്ങൾക്കിപ്പോൾ ഉണ്ട്. അപ്പം നമ്മളിന്ന് ലോങ് വീഡിയോ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഇപ്പം ഞാൻ നിൽക്കുന്നതിൻ്റെ എൻ്റെ അമ്മ വീടും വൈഫ് ഹൗസും ഒക്കെ ആയിട്ടുള്ള ഏവൂർ രാമപുരം എന്ന സ്ഥലത്താണ്. അവിടെ ഞങ്ങൾക്ക് ഒരു വീടുണ്ട്. ആ വീടിൻ്റെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും നമുക്ക് കാണാം. ആ വീട് നമുക്കൊന്ന് ചുറ്റി നമുക്ക് കാണാം. അറിയുമ്പോഴേക്കുള്ളതൊക്കെയാണ്, അത് ചുറ്റി കാണാം നമുക്ക്. പിന്നെ ഇത് എൻ്റെ ചേട്ടനാണ്, പേര് വേണുഗോപാലാണ്. അദ്ദേഹം മെൻ്റലി റിട്ടയർഡാണ്. അതായത് കൊച്ചിലെ തൊട്ടേ പുള്ളിക്ക് വയ്യാത്തതാണ്. ഞങ്ങളെല്ലാവരുമാണ്, ഞങ്ങൾ ഒരുമിച്ചാണ് ഉള്ളത്. അച്ഛൻ മരിച്ചുപോയായിരുന്നു. പിന്നെ നമ്മുടെ ഈ ഇവിടെയുള്ള എല്ലാവരെയും നമുക്ക് പരിചയപ്പെടാം. അപ്പം ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. പറഞ്ഞേ, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. പിന്നെ അപ്പോൾ നമ്മളിതിനകത്ത് നമ്മുടെ അടുത്തുള്ള ഓരോരുത്തരെയും ഞാനൊന്ന് വിളിക്കാം. ഞാൻ എൻ്റെ പറഞ്ഞില്ല, ഞാൻ മുറപ്പെണ്ണെ തന്നെയാണ് കല്യാണം കഴിച്ചതാണ്. അമ്മ വീടാണ്. അപ്പം അവളെ വിളിക്കാം. പിന്നെ കാണാറുണ്ട്, പിള്ളേരെ കാണാറുണ്ട്, അമ്മമാരെയും കാണാറുണ്ട്. അവരെ കണ്ടിട്ട് നമുക്ക് വീടിൻ്റെ ഭാഗങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം. എല്ലാവരും സഹകരിക്കുന്നു, കൂടെ നിൽക്കണം, കൂടെ നിന്ന് ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തു തരണം. താങ്ക് യു. രശ്മി. ഹായ്, എൻ്റെ പേര് രശ്മി എന്നാണ്. ഞങ്ങളിപ്പോൾ ഒരു പുതിയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. ചേട്ടൻ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നിങ്ങളുടെ അടുത്തെല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം ഞങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ സ്നേഹം, സപ്പോർട്ട് എല്ലാം എപ്പോഴും ഇതേപോലെ ഞങ്ങൾക്ക് വേണം. ഇതുവരെ ഞങ്ങളാണെങ്കിൽ വീഡിയോ ഒന്നും അധികം ഇട്ടിട്ടില്ല. 2-3 ഷോർട്സ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇനിയും തൊട്ട് ലോങ് വീഡിയോസൊക്കെ ഇനി ഞങ്ങൾ പുറകെ ഇടുന്നതായിരിക്കും. നമ്മുടെ ചാനലിൻ്റെ പേര് ഗോഡ്സ് ഓൺ കൺട്രി. അപ്പം നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ എല്ലാ സ്നേഹവും അനുഗ്രഹവും എപ്പോഴും ഞങ്ങളുടെ കൂടെ ഒപ്പം ഉണ്ടാവണം. ഓക്കെ, ഇനിയും അമ്മമാരെ പരിചയപ്പെടുത്താം. അമ്മമാരുണ്ട്, 2 മക്കളുണ്ട് ഞങ്ങൾക്ക്. ഒരു ഇതാണ് മോന്. ഹായ് പറഞ്ഞത്. പേര് പറ. നീലകണ്ഠൻ, നീൽ ജീലാൽ എന്നാണ് മോൻ്റെ പേര്. ഇതാണ് ഞങ്ങളുടെ മോള്. പേര് പറ. എൻ്റെ പേര് ശിഖ. ഞാൻ 9th പഠിക്കുന്നത്. സെൻറ്റ് ജോസഫ് ഗേൾസ് ഹൈസ്കൂൾ ആലപ്പുഴയിലാണ് ഞാൻ പഠിക്കുന്നത്. അവധി ആയതുകൊണ്ട് ഞങ്ങളിപ്പം ഇങ്ങോട്ട് വന്നതാണ്. 10 ദിവസത്തെ അവധി ഉണ്ടല്ലോ. നാളെ ഞങ്ങളങ്ങ് പോവും. ഇവിടെ അമ്മമാരുണ്ട്, ചേട്ടൻ്റെ അമ്മയുണ്ട്, എൻ്റെ അമ്മയുണ്ട്. ചേട്ടൻ്റെ അമ്മയെന്ന് പറഞ്ഞാൽ എൻ്റെ അപ്പച്ചിയാണ്. നമുക്കിനി അവരെ പരിചയപ്പെടുത്താം. ഇതാണ് അമ്മ, എൻ്റെ അമ്മയാണിത്, എൻ്റെ അണ്ണൻ്റെ അമ്മ. അപ്പം നമ്മൾ പുതിയ ചാനൽ തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും ഇത് കാണണം. ഇനി എൻ്റെ അമ്മായിയമ്മ എന്ന് കാണാം. രശ്മിയുടെ അമ്മ.
ഇതാണ് എൻ്റെ അമ്മായി അമ്മ, ലക്ഷ്മിയുടെ അമ്മയാണ്. എന്നാ പിടിച്ചോ, മൈക്ക് പിടിച്ചോ. നമസ്കാരം. ഞങ്ങളുടെ പിള്ളേർ ഒരു പുതിയ ചാനൽ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും അത് കണ്ട് ഞങ്ങളെ പിള്ളേരെ അനുഗ്രഹിച്ച് എല്ലാവരും ഇതിനു വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യണം. മാമിപൂലിയല്ലേ? ഞങ്ങളുടെ ഈ ചാനലിൻ്റെ ഉദ്ദേശം പറഞ്ഞായിരുന്നല്ലോ. നമ്മളിപ്പോൾ താമസിക്കുന്ന ഈ വീടിൻ്റെ ഫുള്ളൊന്ന് ഓവർ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാൻ വേണ്ടി പോകാണ്. ഇതിൻ്റെ വെളിയിലും ഇത് 6 പേരെയൊക്കെ ഉള്ളതാണ് ഈ വീട്. പഴയ വീടാണ്. 40-50 വർഷത്തിന് മുകളിലുണ്ട്. 50 വർഷമല്ല, അതിനൊക്കെ മുകളിലുണ്ട് നമ്മുടെ ഈ വീട്. അപ്പം അത് നമുക്കെല്ലാവർക്കും കൂടെ കാണാം. ഓർഡർ തന്നില്ല, ഓട് ഓട് ഓട്. നീ ഇങ്ങോട്ട് വാ. ചെല്ലേ ഓടിച്ചല്ലേ. ആ മോള് ഓടിച്ചു, കൊട്ട് കാണാൻ പോകണം. ഡോറ് തുറന്ന് കയറി കഴിയുമ്പോൾ ഞങ്ങളിവിടെ ഒരു ചെറിയ കമ്പ്യൂട്ടർ ടേബിൾ, പഴയ കമ്പ്യൂട്ടർ ടേബിളാണ് കേട്ടോ. എൻ്റെ കമ്പ്യൂട്ടർ ടേബിളാണ്. അതിനകത്താണ് നമ്മൾ TV ഒക്കെ വെച്ചേക്കുന്നത്. ആ ഒരു 43 ഇഞ്ച് TV ഞങ്ങൾ മേടിച്ചേക്കുന്നത്. മേടിച്ചിട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 1.5 വർഷമായെന്ന് തോന്നുന്നു ഞങ്ങൾ മേടിച്ചിട്ട്. അങ്ങോട്ട് കയറി ഇങ്ങോട്ട് വരാൻ നേരത്തെ നമ്മളുടെ ഒരു വലിയ ഹാളാണ്. ഇതേ നോക്കിയേ, ഈ ഹാളിനകത്ത് ഇത്രയും സ്പേസ് ഉണ്ട്, കണ്ടല്ലേ? ഇത്രയും സ്പേസാണ്. ആ ഹാളിനോട് ചേർന്നാണ് നമ്മുടെ പൂമുഖം എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. ഇവിടെയാണ് ഞങ്ങളുടെ പ്രാർത്ഥനാ കാര്യങ്ങളൊക്കെ ഇവിടെ. ഇത് കണ്ടോ, പൂമുഖം എന്ന് അതിനകത്തറിയാം. ഇവിടെ പണ്ടൊക്കെ കിടക്കൊക്കെ ചെയ്യുമായിരുന്നു. അറയും പെരയൊക്കെ ഉള്ള സ്ഥലമായത്. ഇതാണ് ഞങ്ങളുടെ പൂജാമുറി. എല്ലാ ദൈവങ്ങളും ഉണ്ട്, ആരെയും വിട്ടിട്ടില്ല. എല്ലാവരും അതുപോലെ തന്നെ. പിന്നെ ഇതുണ്ടോ, അമ്മയും അവളുമൊക്കെ ഇരുന്ന് എന്തൊക്കെയോ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതാണ് ഞങ്ങളുടെ ചെറിയ ഒരു ലിവിങ്. അതായത് ആഹാരമെല്ലാം കഴിച്ചുകൊണ്ട് ഞങ്ങളെല്ലാം ഇവിടെ ഇരുന്നിട്ട് ഇതേപോലെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ കഥകളും പറഞ്ഞുകൊണ്ടിങ്ങനെ ഇരിക്കും. നോക്കിയേ, ഇതിങ്ങനെ ഒരു ആർച്ചാണ് കേട്ടോ. ആ ഹോള് തുറക്കുമ്പോൾ തന്നെ നമ്മൾ ഫസ്റ്റ് കാണുന്ന ഒരു ആർച്ചാണ്. കണ്ടോ, ആ വാതിലങ്ങോട്ട് തുറന്നു കഴിയുമ്പോൾ തന്നെ കാണുന്ന ഒരു ആർച്ചാണ്. ഈ ആർച്ചിലാണ് നമ്മൾ അവിടെ സെറ്റിയും കാര്യങ്ങളൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്യണം. അതിനോട് ചേർന്ന് നമ്മൾ ചെറിയൊരു മുറിയുണ്ട്. നോക്ക്, കാണാൻ പറ്റുന്നുണ്ടോ? അതിനോട് ചേർന്നുള്ള ഇതാണ്. ഇത് നോക്കിയേ, കണ്ടോ? ഇതൊരു ചെറിയൊരു മുറിയാണ്. ഇവിടെയാണ് ഞങ്ങളുടെ ബെഡ്റൂം. എല്ലാ കാര്യങ്ങളൊക്കെ അടുക്കി പെറുക്കിയൊക്കെ വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. 3 മീറ്റർ ഉള്ള ഇതിലുള്ള മുറികളാണ് ഞങ്ങളുടെ. ഇത് നോക്കി, ഇതിനോട് അറ്റാച്ച് ചെയ്തുകൊണ്ടൊരു വേറൊരു മുറിയും കൂടെ. ഇത് കണ്ടോ, ഇതിനോട് അറ്റാച്ച് ചെയ്തുകൊണ്ട് തന്നെ ഈ മുറികൾ. ആ മുറിയോട് ചേർന്ന്, കണ്ടോ, മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഈ മുറിയോട് ചേർന്ന് ഞങ്ങൾക്ക് ഇതേ ചെറിയൊരു ബാത്റൂം ഉണ്ട് കേട്ടോ. അല്ലേ, കാണുന്നുണ്ടോ? ഇതിനോട് ചേർന്നൊരു ബാത്റൂമുണ്ട്. ഇതിനോട് ചേർന്ന് അടുപ്പിച്ചൊരു 3 മുറിയാണ്. ഇങ്ങനെ പാരലായിട്ട് ഇങ്ങനെ കിടക്കുക. കേട്ടോ, ഇതിനോട് ചേർന്ന് ഇവിടെ ഒരു ബാത്റൂമുണ്ട് ഞങ്ങൾക്ക്. ഇവിടെ ചെറിയൊരു ബാത്റൂമാണ്. ഇവിടെ ഒരു മുറിയാണ്. അതായത് നമ്മളൊരു സർക്കിൾ വരച്ചിട്ട് ആ സർക്കിളിൻ്റെ നടുക്കാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ അറയും പെരയൊക്കെ. ചുറ്റും മുറികളാണ്. നോക്കിയേ, ഇത് ഞങ്ങളുടെ ഡൈനിങ് ടേബിളാണ്. കണ്ടല്ലേ, ഫ്രിഡ്ജൊക്കെ ഞങ്ങൾ ഇവിടെയാണ് സെറ്റ് ചെയ്തേക്കുന്നത്. കണ്ടല്ലേ, ഇതൊരു ഞങ്ങളുടെ ഡൈനിങ് സെറ്റപ്പും പരിപാടിയും ഒക്കെ ഉള്ളതാണ്. ഇവിടെ ചെറിയ വാഷ് ബേസിൻ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാണ് ഞങ്ങളുടെ അടുക്കള. നോക്കിയേ,
ഇതാണ് ഞങ്ങളുടെ അടുക്കള. കണ്ട, അടുക്കള ഒന്ന് സെറ്റപ്പ് ചെയ്യാണ്ട്. ഇതിൻ്റെ സെറ്റപ്പ് ചെയ്തതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. അടുക്കള മൊത്തം നമ്മളൊന്ന് റിനോവേറ്റ് ചെയ്യാനുള്ള പരിപാടിയുണ്ട്. അപ്പം നമ്മളുടെ ആലപ്പുഴയിലാണ് ശരിക്കും എൻ്റെ വീട്. അപ്പം നമ്മുടെ ആലപ്പുഴയുടെ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ വീട് പണി കഴിഞ്ഞിട്ട് നമ്മൾ ഈ അടുക്കള ഇവിടുത്തെ ഒന്ന് സെറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ്. നമ്മുടെ അടുക്കളയുടെ തൊട്ടടുത്ത് തന്നെ വേറൊരു റൂമുണ്ട്, അമ്മയുടെയൊക്കെ റൂമാണ്. ഓക്കെ, ഇതെല്ലാം ഞങ്ങളൊന്ന് റിനോവേറ്റ് ചെയ്യുന്ന പരിപാടി പ്ലാൻ ചെയ്യുന്നുണ്ട് വീട് മൊത്തത്തിൽ. അത് നമ്മുടെ ആലപ്പുഴയിൽ ആ വീട് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ വീട് റിനോവേറ്റ് ചെയ്യണം. ഉണ്ടല്ലോ വേറൊരു മുറിയിലെട്ടോ, നോക്കിയേ, അമ്മമാരെയൊക്കെ പരിചയപ്പെട്ടിരുന്ന മുറിയായത്. അവിടെയാണ് ഈ അറയും വരെയൊക്കെ നല്ലതാണ് കാണാൻ. കണ്ടോ, ഞാൻ ഈ അറയും വരെയും ഇപ്പം കാണിക്കാത്തതെന്ന് പറഞ്ഞാൽ അതിനകത്ത് നമ്മളിവിടെ കുറേ സാധനങ്ങൾ എടുത്ത് വെച്ചിരിക്കുകയാണ്. മനസ്സിലല്ലേ? അതായത് ഇതൊന്ന് റിനോവേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞില്ലേ, അതിനകത്ത് ചില കാരണങ്ങളൊക്കെ ഉണ്ട് റിനോവേറ്റ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ. അപ്പം അതൊന്ന് ക്ലിയർ ചെയ്യണം. അതിന് വേണ്ടിയാണ് ഞാനിപ്പോൾ ഇതൊന്നും തുറന്ന് കാണിക്കുന്നില്ല. നമുക്ക് പിന്നൊരിക്കൽ ഞാൻ ഇതൊക്കെ തിരിച്ച് കാണിക്കാം. നോക്കിയേ എന്ത് രസമാണെന്ന് നോക്ക് അല്ലേ? നല്ല ആംബിയൻസ് ആട്ടോ ഇവിടെ. ഒരു ദിവസം നമ്മളുടെ ഈ വീട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു കുരിയാലയൊക്കെ ഉണ്ട്. കുരിയാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ അമ്പലം, ഞങ്ങളുടെ കുടുംബാമ്പലമാണ്. ഈ അമ്പലത്തിൻ്റെ ആ പരിസരവും കാര്യങ്ങളൊക്കെ ഞാനൊരു ദിവസം വീഡിയോ എടുത്ത് കാണിക്കട്ടോ. മാമി ഇരുന്ന് ഭാഗവതം വായിക്കുന്നുണ്ടോ? ഇപ്പോൾ ആ സമയം കിട്ടിയത് നോക്ക്. പിന്നെ ഇരുന്ന് സിനിമ കാണുക. രശ്മി നീലന് ഫുഡായിട്ട് വന്നിട്ടുണ്ട്. ആ ഇന്നെന്താണ് തീയല? ആ തീയൽ, എലിശ്ശേരി, ആ കൊഞ്ച് തീയലാട്ടോ. കാണാമോ നിങ്ങൾക്ക്? പപ്പടം, ആ അടിപൊളി. ഇന്ന് സെറ്റപ്പാട്ടാ ഊണ്. പിന്നെ വേറെ എൻ്റെ ഫേവറേറ്റ് ആട്ടാ തീയലെന്ന് പറയുന്നത്. എൻ്റെ ഫേവറേറ്റാ. ആ ആ അതാണ്ട, എന്നാൽ അവനത് കഴിക്കട്ടെ. ഓക്കെ, 2024 ആണ്. ഞങ്ങൾ ഒന്ന് കേക്ക് മുറിക്കാൻ വേണ്ടി പോവാണ്. കാര്യം അമ്മമാരെ കൊണ്ടുവന്ന് കേക്ക് മുറിപ്പിക്കുകയാണ്. വലിയ കേക്കൊന്നുമില്ല കേട്ടോ, വളരെ ഒരു ചെറിയ കേക്കാണ്. എന്താണ് മാർബിൾ കേക്ക് അല്ലേ? ആ മാർബിൾ കേക്ക്, അതാണ് ഞങ്ങൾ മേടിച്ച് വെച്ചേക്കുന്നത്. ചെറിയൊരു സന്തോഷം 2024 വേണ്ടി ഞങ്ങൾ. അതെ, രശ്മി കേക്കൊക്കെ പതുക്കെ എടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ, ഞങ്ങളുടെ ചെറിയൊരു കേക്കാണ്. ഞങ്ങളൊരു ചെറിയൊരു സന്തോഷം അത്രയേ ഉള്ളൂ. അമ്മമാരെ കൊണ്ടൊന്ന് മുറിപ്പിക്കുക. കേക്ക് വെച്ചു. അടിപൊളി. ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ. അമ്മൂമ്മമാരും നീലനും കൂടെ കൂടി ചേർന്നാണ് കേട്ടോ കേക്ക് മുറിക്കുന്നത്. നോക്കിയേ ഉണ്ടാ, ഇതാണ് ഞങ്ങളുടെ സന്തോഷം. ഇതാണ് ഞങ്ങൾ ചെറിയ ചെറിയ ആഘോഷങ്ങൾ ഇങ്ങനെ ആഘോഷിക്കുക. അതല്ലേ രസമല്ലേ? ആ അതെ, കേക്കൊക്കെ എടുത്തിട്ടുണ്ട്. നീലിന് കൊടുക്കാതെയോ? അണ്ണന് എങ്ങനെയുണ്ട് കേക്ക്? എങ്ങനെയുണ്ട്? നല്ല കേക്ക് അല്ലേ? കിടുവാണോ? താങ്ക് യു. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ. കേക്ക് മുറിയെല്ലാം കഴിഞ്ഞു കേട്ടോ. ഒത്തിരിയും അടഞ്ഞ് കിടന്ന് ഇരുന്നായിരുന്നു ഒരു സമയത്ത്. അത് നമ്മൾ എൻ്റെ കസിൻസും അളിയന്മാരും അവരും ഇവരും എല്ലാവരും കൂടെ ചേർന്ന് വന്ന് കൂടെ നിന്ന് നമ്മളെ സഹായിച്ച് ഒക്കെയാണ് നമ്മളിതുപോലെ സെറ്റപ്പാക്കി എടുത്തത്. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. എപ്പോഴെപ്പോഴും പറയുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, നമുക്കറിയത്തില്ല ഇതെങ്ങനെ കൊണ്ടുപോയി ഇത് ചെയ്ത് നടത്തണ്ടേന്ന് അറിയത്തില്ല. അപ്പോൾ എല്ലാവരും പറയുന്നത് സബ്സ്ക്രൈബേഴ്സാണ്, ചിലർ പറയുന്നതിന് വ്യൂവേഴ്സാണ് വേണ്ടതെന്ന് പറയുന്നു. എന്തൊക്കെയായിരുന്നാലും ഇതാണ് ഞങ്ങളുടെ കുടുംബം. മോനപ്പുറത്തുണ്ട്.
പിന്നെ ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. പിന്നെ നമ്മളുടെ ഈ സ്ഥലം എന്ന് പറയുന്നത് ഒരു ഏക്കറോളം ഉണ്ട് നമ്മളുടെ ഈ സ്ഥലം. അപ്പോൾ ആ ഒരു ഏക്കറിനകത്ത് ഞങ്ങളുടെ ബന്ധുക്കളും അവരും എല്ലാവരും ഇങ്ങനെ താമസിക്കുകയാണ്. അപ്പം അവിടെയൊക്കെ നമ്മുടെ ബന്ധുക്കാരെ എല്ലാവരും നമുക്കിതിനകത്ത് പരിചയപ്പെടുത്താം. നമുക്ക് എല്ലാവരും ഇതിനകത്ത് ഉണ്ടാവും. ചെറിയ ചെറിയ ഷോർട്ട് ഫിലിമും കാര്യങ്ങളൊക്കെ നമ്മളിതിനകത്ത് ചെയ്യണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ബന്ധുക്കളും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഈ ഷോർട്ട് ഫിലിമിൽ വന്ന് തിരിഞ്ഞൊക്കെ പോകും. കൂടെ നിൽക്കണം, ഇവരെല്ലാവരും ഉണ്ടാവും. ഓക്കെ അല്ലേ എല്ലാവരും? അണ്ണാ ശരി എന്നാൽ.